ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കപ്പയെല്ലോ ആയിട്ടാട്ടോ വന്നേക്കണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കപ്പയെല്ലെന്നും കപ്പ ഏഷ്യാടെന്നൊക്കെയാണ് പറയണേ. നിങ്ങളെന്താ പറയണതെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലൊക്കെ കഴുകി നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യം കുറച്ച് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലിപ്പൊടിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ല വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്നുകൂടി വറുത്തെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ച മണം പോണ വരെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുകി വെച്ച എല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാണ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കണമെന്ന് വെച്ചാൽ കൈ പുകയാതിരിക്കാൻ വേണ്ടി കേട്ടോ. വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. നമ്മുടെ കയ്യിലേക്ക് ആ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ പുകയില്ല. മുളക് എണ്ണ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാണ് കപ്പ ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു വിസിലടിക്കാൻ നമുക്ക് വെച്ചെടുക്കാം. നമ്മുടെ കപ്പയുടെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. നമുക്കൊരു ചട്ടകം വെച്ച് ഒന്ന് കുത്തി ഉടച്ചെടുക്കാം. നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയെല്ലാം കൂടി നമ്മൾ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം ഇവിടെ റെഡിയായി. കട്ടൻ ചായയുടെ കൂടെ ഇതും കഴിച്ച അടിപൊളി.